Hello everyone, welcome to Mehar's kitchen. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റിയായ നാടൻ സ്റ്റൈൽ egg stew നോക്കാം. egg stew റെസിപ്പി നോക്കാം. മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ എഗ് സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്, മുട്ട. പിന്നെ ആവശ്യമുള്ളത് 2 പൊട്ടാറ്റോ ആണ്. 2 പൊട്ടാറ്റോ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം, വലിയ ക്യൂബ്സ് ആയിട്ട്. പിന്നെ ആവശ്യമുള്ളത് 2 സവാളയാണ്. ഇത് നന്നായിട്ട് നൈസായിട്ട് സ്ലൈസ് ആക്കി എടുക്കണം, ഇതുപോലെ നൈസായിട്ട് സ്ലൈസ് ആക്കി എടുക്കണം. പിന്നെ ആവശ്യമുള്ളത് ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലുള്ളത് 5-6 കഷ്ണം ഏലക്ക, 5-6 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, പിന്നെ 8-10 പെപ്പറാണ്, പെപ്പർകോൺസ് കുരുമുളക്. പിന്നെ ആവശ്യമുള്ളത് 2-3 പച്ചമുളകും, പിന്നെ 1 കഷ്ണം ഇഞ്ചി. രണ്ടും ഇങ്ങനെ ചോപ്പാക്കി എടുക്കണം. പിന്നെ ഇത് രണ്ടും നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഗരം മസാലകൾ വേറെ ആയിട്ട് ക്രഷ് ചെയ്യണം, ഇഞ്ചിയും പച്ചമുളകും വേറെ ആയിട്ട് ക്രഷ് ചെയ്യണം. പിന്നെ ഇത് 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. 1-ാം പാലാണിത്. ഇത് 2-ാം പാലാണ്. ഇത് എത്ര കിട്ടുന്നത് അത്ര. ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടാണ് ഇത്ര പാൽ 1-ാം പാലും 2-ാം പാലും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇഞ്ചിയും പച്ചമുളകും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, പെപ്പർ, പിന്നെ പട്ട ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്. അത് നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ആദ്യം മുട്ട വേവിച്ചെടുക്കേണ്ടതാണ്. ഇതിനായിട്ട് ഇഡ്ഡലി പാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ സാധാ ഓയിൽ യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഓരോ മുട്ട, എത്ര മുട്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് എല്ലാ മുട്ടയും ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മുട്ട ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവിയിൽ നമുക്കിത് മുട്ട വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇഡ്ഡലി പാത്രം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൂക്ഷിച്ചിട്ട് ഈ പാത്രങ്ങൾ വെച്ച് കൊടുക്കാം. മുട്ട ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അധികം നേരമൊന്നും ആവി എടുത്തെടുക്കണ്ട, ഒരു 3-4 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ അതാ എഗ്ഗ് സ്റ്റീമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒരു 4-5 മിനിറ്റ് വഴറ്റിയെടുക്കണം, ഇടയ്ക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട്. ഇത് സോഫ്റ്റ് ആയാൽ മതി, ചോപ്പിക്കണമൊന്നും ആവശ്യമില്ല. നല്ലൊരു സോഫ്റ്റ് ആയാൽ മതി. കളർ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം, കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് 4-5 മിനിറ്റ് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് സോഫ്റ്റാക്കി എടുക്കാം. അങ്ങനെ ഇതാ സവാള നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കളറൊന്നും മാറാതെ കരിയാതെ നന്നാക്കിയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല നേരത്തെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതിൻ്റെ മൂത്ത മണം വരുന്ന വരെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് പിന്നെ ഗരം മസാല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ മഞ്ഞളും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് നന്നായിട്ട് മഞ്ഞളും ഉപ്പൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊട്ടാറ്റോ വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പൊട്ടാറ്റോ വേവിച്ചെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും, കുക്കായിട്ടുണ്ടാവും.
ഇതുപോലെ കണ്ടോ കാണിച്ചു തരാം. നന്നായിട്ട് ഇതാ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 4-5 പൊട്ടാറ്റോ കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇതൊരു കറിക്ക് കുഴപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ പൊട്ടാറ്റോ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ മിക്സർ ജാറിൽ ബാക്കിയുള്ളതിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ അതാ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. കറി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൂ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം, വേപ്പിൻ്റെ ഇല, അത് ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് സൂക്ഷിച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഇത് ഇളക്കൊന്നും വേണ്ട. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ കറി റെഡിയാണ്. നന്നായിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിയായ ഒരു കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമ്മൾ സ്റ്റൂ റെഡിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, നല്ല നാടൻ സ്റ്റൈൽ സ്റ്റൂ ആണ്. അപ്പത്തിന്, ഇടിയപ്പത്തിന്, ദോശക്ക്, ചപ്പാത്തിക്ക്, പിന്നെ പത്തിരിക്കൊക്കെ പറ്റിയ കറിയാണ്. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്യുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. വീഡിയോ ഇഷ്ടമായ റെസിപ്പി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം, പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.